6 വർഷത്തെ പ്രാർത്ഥനയുടെ പൂർണ്ണത ശ്രീപത്മനാഭ സന്നിധിയിൽ ലക്ഷദ്വീപം. 6 വർഷം കൂടുമ്പോഴാണ് ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത്. 1750 ആണ്ട് അനിഴം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്. 8 ദിവസം വീതം നീളുന്ന 7 മുറകൾ ചേർന്നതാണ് മുറജപ കാലയളവ്. ജപത്തിൻ്റെ അവസാന ദിവസമാണ് ലക്ഷദ്വീപവും മുറ ശിവേലിയും നടക്കുന്നത് ക്ഷേത്രത്തിൽ. ഇപ്രാവശ്യം ഞങ്ങൾക്കും അത് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഭഗവാനെ സ്വർണ്ണ ഗരുഡ വാഹനത്തിലും നരസിംഹമൂർത്തിയെയും ബാലഗോപാലിനെയും വെള്ളി ഗരുഡ വാഹനത്തിലുമാണ് അന്നേ ദിവസം എഴുന്നള്ളിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലക്ഷദ്വീപവും എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി ഭഗവത് സന്നിധിയിൽ. ഇപ്രാവശ്യവും ഭഗവാൻ അവസരം തന്നു. ഇനി അടുത്ത പ്രാവശ്യം അറിയില്ല, ഭഗവാൻ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. 12 കളഭാഭിഷേകം കഴിയുമ്പോഴാണ് ഒരു മുറജപം വരുന്നത്. 6 മാസത്തിലൊരിക്കൽ ഒരു കളഭാഭിഷേകം. അങ്ങനെ 12 കളഭാഭിഷേകം കഴിയുമ്പോഴാണ് ഒരു മുറജപവും ലക്ഷദ്വീപവും ഉണ്ടാവുക ക്ഷേത്രത്തിൽ. അപ്പോൾ ഇതെന്താണെന്നറിയോ? ലക്ഷദ്വീപത്തിന് 2 ദിവസത്തിന് മുമ്പായിട്ട് ലക്ഷദ്വീപ ഹരിവലം ഘോഷയാത്ര. ഇത് കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച് കിഴക്കേ നടയിൽ വന്ന് അവസാനിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ ആന, പിന്നെ ഭഗവാന്റെ രൂപങ്ങൾ, ഇങ്ങനെ നരസിംഹം, ബാലഗോപാലൻ, ഇങ്ങനെ മറ്റ് പക്ഷിമൃഗാദികളുടെ എല്ലാം രൂപങ്ങളിങ്ങനെ ഉണ്ടാക്കി, ഭഗവാന്റെ രൂപങ്ങളും അയ്യപ്പൻ, മുരുകൻ, ഇതെല്ലാം ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ട് അതും ഉണ്ട് ഘോഷയാത്രയുടെ കൂടെയായിട്ട്. അപ്പോൾ എനിക്കും അതിലും പങ്കുചേരാൻ ഞാൻ വിചാരിച്ചതേ ഇല്ല, പക്ഷെ അതിനും ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി. നടക്കാനും ചുറ്റിനും പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനും എനിക്ക് പങ്കുകൊള്ളാനായിട്ട്, ഒരാളാവാനായിട്ട് കഴിഞ്ഞു. പിന്നെ തെയ്യമൊക്കെ ഉണ്ട് കേട്ടോ. തെയ്യമൊക്കെ പോകുന്നുണ്ടോ? പറ്റുന്ന രീതിയിലെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വോളണ്ടിയർ പാസ് ഉണ്ടായിരുന്നു. അപ്പോൾ വോളണ്ടിയർ നിന്നിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഭാഗങ്ങളെല്ലാം പറ്റുന്നതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. അങ്ങനെ പ്രദക്ഷിണം വെച്ച് ഭഗവാന്റെ തെക്കേ നട, പടിഞ്ഞാറേ നട, വടക്കേ നട വഴി കറങ്ങി ആണ് നമ്മൾ കിഴക്കേ നടയിൽ വരുന്നത്. അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവാൻ ശിവേലിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ശിവേലിയെക്കുറിച്ച് പറഞ്ഞാൽ, ഭഗവാന്റെ അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ഭഗവാൻ ശിവേലിക്ക് ഇറങ്ങുന്നത്. കാള, കുതിര, ഡമ്മാനം കെട്ടി വിളംബരം അറിയിച്ചു കൊണ്ടുള്ള ആന, ശംഖ്, ചക്രം, ഗദ, പങ്കജം, ഇവയെല്ലാം കൊടിയും പട്ടവും ഏന്തിയ ആൾക്കാരും കുട്ടികളും പിടിക്കുന്നുണ്ടാവും. ഇതിനോടൊപ്പം ഭഗവാൻ അകമ്പടി സേവിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. അത് പിന്നെ ഉറയിലിട്ട വാളുമേന്തി അകത്ത് പ്രവർത്തിക്കാറുണ്ടാവും. പിന്നെ അതിനുശേഷം ക്ഷേത്രം സ്ഥാനി, മൂലം തിരുനാൾ ആദിത്യവർമ്മ. അങ്ങനെ ഭഗവാൻ അതിനുശേഷം 56 ദിവസം മുറജപം നടത്തിയ ബ്രാഹ്മണ സംഘങ്ങളും ഉണ്ടാവും. അതിലിപ്രാവശ്യം ഞാനൊരു 10-11 ഗ്രൂപ്പുകാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവർ ഈ 3 വലം വയ്ക്കുമ്പോഴും വേദങ്ങളും വിഷ്ണു സഹസ്രനാമ ജപങ്ങളും പിന്നെ കീർത്തനങ്ങളും, അതിൽ ഒരു ഗ്രൂപ്പുകാർ പഞ്ചരത്ന കൃതി പാടുന്നതും ഞാൻ കേട്ടിരുന്നു. അങ്ങനെ 3 വലം വെച്ചതിന് ശേഷം ഭഗവാൻ കൊടിമരത്തിനടുത്ത് വന്ന് ദീപാരാധനയോടുകൂടി മൂലം തിരുനാൾ ആദിത്യവർമ്മയുടെ സാഷ്ടാംഗ നമസ്കാരത്തോടുകൂടി ഈ വർഷത്തെ ലക്ഷദ്വീപ ശിവേലി ചടങ്ങുകൾ അവസാനിക്കുന്നു. ഇനി 2032 അടുത്ത ലക്ഷദ്വീപം വരിക. പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു 56 ദിവസത്തെ മുറജപത്തിന് ശേഷം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദ്വീപ മഹോത്സവം, 6 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ലക്ഷദ്വീപ മഹോത്സവം. ഇന്ന് തിങ്കളാഴ്ച, ബുധനാഴ്ചയാണ് 14-ാം തീയതി, അതായത് ജനുവരി 14-ാം തീയതി ലക്ഷദ്വീപം. അപ്പം ഇന്ന് ഇവിടെ ഹരിവലം
വയ്ക്കുന്ന ഒരു ഘോഷയാത്ര, ഭഗവാന്റെ നാമത്തിൽ ഭഗവാൻ ചുറ്റിനും പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതിലും എനിക്ക് ഭാഗമാകാനായിട്ട് കഴിഞ്ഞതിൽ വളരെ സന്തോഷം. വളരെ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചതേ അല്ല, ഇത്ര ദൂരം നടന്നെത്തുമെന്നും വിചാരിച്ചില്ല. പക്ഷെ എന്നാലും എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധ്യമായി. ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു ഇതിന് ഒരു ഭാഗമാകാനായിട്ട്, അതായത് ഹരിവലം വയ്ക്കാനായിട്ട് എനിക്ക് സാധ്യമാവണേന്ന് പ്രാർത്ഥനയുണ്ടായിരുന്നു. അത് സാധ്യമായി. അപ്പോൾ അതിൻ്റെ ദീപാലങ്കാരങ്ങൾ, ലക്ഷദ്വീപത്തോടനുബന്ധിച്ചുള്ള അമ്പലത്തിലെ ദീപാലങ്കാരങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇത് കിഴക്കേ നടയാണ്. ഇവിടെ നിന്നാണ് ഹരിവലം ആരംഭിച്ചത്. ഞാനിവിടെ 4 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ 5 മണിയായി ആരംഭിക്കുമ്പോഴത്തേക്കും. അവിടെ ദീപങ്ങളുടെ ഒരു ലൈറ്റ്സാണ്. ദീപം എണ്ണ ഒഴിച്ച് കത്തിക്കുന്നത് മറ്റന്നാളാണ്, 14-ാം തീയതി, ലക്ഷദ്വീപത്തിൻ്റെ അന്ന് തന്നെയാണ് ക്ഷേത്രത്തിനകത്ത്. അതിൻ്റെ ഒരു ഭാഗമാകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. പിന്നെ ഇവിടെ ഈ 56 ദിവസങ്ങളെന്ന് പറയുമ്പം നവംബർ 21-ാം തീയതി ഇവിടെ കലാപരിപാടികൾ ആരംഭിച്ചതാണ്. കിഴക്കേ നടയിൽ ഒരു സ്റ്റേജും വടക്കേ നടയിൽ ഒരു സ്റ്റേജും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും എനിക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായി. ഭക്തിഗാനസുധ അവതരിപ്പിക്കുന്ന ഗ്രൂപ്പാണ് ഞങ്ങളുടേത്. മണക്കാട് ശ്രീദേവി മ്യൂസിക് ഗ്രൂപ്പാണ് ഞങ്ങളുടേത്. ഞങ്ങൾ ഒരു 5-6 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അതിൽ ഞങ്ങളിവിടെ അവതരിപ്പിച്ചത് അഷ്ടപതി അർച്ചനയാണ്. ഭഗവാന്റെ മുന്നിൽ അഷ്ടപതി ഗാന അർച്ചനയാണ് ഞങ്ങളിവിടെ അവതരിപ്പിച്ചത്. ഇനി അപ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് വന്നു. അവരുടെ മീനമാസത്തിലെ ഉത്സവത്തിന് അഷ്ടപതി 24 അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ മീനമാസത്തിലൊന്നും എല്ലാവർക്കും പഠിച്ചെടുക്കണ്ടേ, അപ്പോൾ അതിന് സാധ്യമാവുമോ എന്നറിയില്ല. എന്നാലും ഭഗവാന്റെ മുന്നിൽ ഇനിയൊരു ഉത്സവമുള്ളപ്പോൾ എപ്പോഴായിരുന്നാലും ഞാൻ അഷ്ടപതിയുടെ 24 അവതരിപ്പിക്കും. ലക്ഷദ്വീപത്തിൻ്റെ ഉള്ള ദീപാലങ്കാരവും ഉത്സവ കാഴ്ചകളുമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ കിഴക്കേ നടയിൽ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഇനി വടക്കേ നടയിൽ ഇതുപോലെ തന്നെയാണ്, മനോഹരമായിട്ടുള്ള ദീപാലങ്കാര കാഴ്ചകളാണ്. നരസിംഹം വരുന്നുണ്ട്. നമ്മുടെ കണ്ടോ, നരസിംഹം വരുന്നത് കണ്ടോ എല്ലാവരും. ഹനുമാൻ സ്വാമിയാണ് വരുന്നത്. പിന്നെ കുറച്ച് തെയ്യം രൂപങ്ങളും വേറെയും ഉണ്ടായിരുന്നു കേട്ടോ. ഭഗവാന്റെ രൂപങ്ങളെല്ലാം ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് പത്മതീർത്ഥത്തിൻ്റെ കരയിലെ ഒരു ലേസർ ഷോയാണ്. ഇത് 8 മണിക്ക് ആരംഭിക്കും. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് MG ശ്രീകുമാറിൻ്റെ ഗാനങ്ങളാണ്. ഞാൻ കണ്ട ദിവസങ്ങളിൽ കേട്ടത്. പക്ഷെ അത് കോപ്പിറൈറ്റ് വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തലവത്തന്നെ വീഴോ എന്തോ, ഞാൻ വീട് എടുത്തോണ്ടിരിക്കുകയാണ്. അകത്തൊരു വണ്ടി വിടുമോ? നമ ശിവായ, ഓം നമ ശിവായ, നമ ശിവായ, നമ ശിവായ, ഓം നമ ശിവായ. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലെ അലങ്കാരമാണിതെല്ലാം. നമ്മൾ ലക്ഷദ്വീപത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ലക്ഷദ്വീപ്, അല്ലെങ്കിൽ ലക്ഷദ്വീപത്തിൻ്റെ ഐതിഹ്യം എന്തായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ല. അനിഴം തിരുനാൾ മാർത്താണ്ഡർ മഹാരാജാവിൻ്റെ കാലത്താണ് ഇത് ആരംഭിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തെന്നാൽ അദ്ദേഹവും അതിനുശേഷമുള്ള രാജാക്കന്മാരുടെയും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് പശ്ചാത്താപമെന്നോണം മുറജപങ്ങളും 6 വർഷത്തിലൊരിക്കൽ മുറജപങ്ങളും ഒപ്പം ഭഗവാന്റെ ദീപാലങ്കാരവും കൊണ്ട് രാജ്യത്തിനും പ്രജകൾക്കും
സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം സമർപ്പണം ചെയ്യുന്നത്. അപ്പോൾ അതിന്നും അത് നടത്തിപ്പോരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഗ്രേറ്റ് അല്ലേ? വടക്കേ നടയിൽ നിന്ന് നമ്മൾ കിഴക്കേ നടയിൽ നിന്നാണ് വന്നത് വടക്കേ നടയിലേക്ക്. വടക്കേ നടയിൽ നിന്ന് നമ്മൾ ഇനി പടിഞ്ഞാറേ നടയിലേക്കാണ് പോകുന്നത് കേട്ടോ. പടിഞ്ഞാറ് നടയിലേക്ക് ഇറങ്ങുന്നില്ല, ഇറങ്ങിയാൽ പിന്നെയും ലേറ്റാവും. അതുകൊണ്ടാണ്. ഇത് കാണാൻ എനിക്കിഷ്ടമാണ്. ഭഗവാന്റെ അടുത്തല്ലേ. ഇത് പടിഞ്ഞാറേ നട കണ്ടില്ലേ? ഇതാണ് പടിഞ്ഞാറേ നട. ഇനി ഇങ്ങനെ ഇത് ചുറ്റിപ്പോകുമ്പോൾ നമ്മൾ ഇത് തെക്കേ നട. അപ്പോൾ 4 നടയായി. തെക്കേ നടയാണിത്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ ഇനി നമ്മൾ ലക്ഷദ്വീപത്തിൻ്റെ അന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 6:30 ആയപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പാസ് എന്ന് പറയുന്നത് ഞങ്ങൾ തെക്കേ നട വഴിയിട്ടാണ് ഞങ്ങൾ കയറുന്നത്. VVIPയുടെ പാസ് തന്നെയാണ്. അപ്പോൾ 6:30 മണിക്ക് ഉള്ളിലകത്ത് കയറണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 6:30 മണി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന പോലീസുകാർ പറഞ്ഞത് നമ്മളെ കടത്തി വിടുമെന്നാണ് പറഞ്ഞത്, പാസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അകത്ത് പോയുള്ള വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അറിയാമല്ലോ, ഫോണകത്ത് അലൗഡല്ല എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ പത്മനാഭൻ്റെ ലക്ഷദ്വീപത്തിൻ്റെ ഒരു ഭാഗം നമുക്കും ആവാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ലക്ഷദ്വീപം കണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ലക്ഷദ്വീപ ശിവേലി കഴിഞ്ഞു. നമ്മൾ ലക്ഷദ്വീപം എല്ലാം കണ്ട് പുറത്തിറങ്ങി കേട്ടോ. 9:45 ആയി ടൈം. 8:30 ശിവേലി സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ ദിവസവും ഉള്ളതുപോലെ തന്നെ ഉത്സവജപം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഇന്നും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ഇനി എന്തെങ്കിലും കഴിക്കും, വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ്. അപ്പോൾ നല്ല ഒരു ഉത്സവകാലമായിരുന്നു. 56 ദിവസം നീണ്ടു നിന്ന മുറജപവും ഭഗവാന്റെ ലക്ഷദ്വീപ മഹോത്സവവും. അപ്പോൾ ഞാൻ വഴിയേ വീഡിയോ ഇങ്ങനെ ഇടുന്നുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാമും അഷ്ടപതി അർച്ചനയും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ബൈ ബൈ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Thank you.